സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നതിനിടെ ഇന്നും 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗം 117.15 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു. അതേസമയം ചൂടിന് ആശ്വാസമായി ഇന്നു മുതൽ 22-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എം ജി പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എം ജി പ്രതീഷ്, ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അതല്പം പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും കടുത്ത വേനൽ തുടരും എന്ന് തന്നെയല്ലേ ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? 12 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളതായി മനസ്സിലാക്കുന്നു. എന്താണ് ഇന്ന് പൊതുവെ കേരളത്തിലുള്ള കാലാവസ്ഥ? അരുൺകുമാർ, സംസ്ഥാനത്ത് വേനൽ ചൂട് തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ആശ്വാസമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് വേനൽ മഴ എത്തും എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഈ മാസം 22 വരെ സംസ്ഥാനത്ത് വേനൽ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും നേരത്തെ പ്രഖ്യാപിച്ച താപനില മുന്നറിയിപ്പുകളിൽ മാറ്റമില്ല. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ കൊല്ലവും കോട്ടയവും ഒക്കെ തന്നെയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്ത് താപനില ഉയരുന്നുണ്ട്. ഈ താപനില ഉയരുന്നത് KSEB സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. ഈ വൈദ്യുതി ആവശ്യകത പീക്ക് സമയങ്ങളിൽ 6033 മെഗാവാട്ടിൽ എത്തി നിൽക്കുന്നു. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന 2 വൈദ്യുതി കരാറിന്റെ കാലാവധി കഴിഞ്ഞു. അങ്ങനെ 400 മെഗാവാട്ടിന്റെ വൈദ്യുതിയുടെ കുറവ് നിലവിൽ KSEB സംബന്ധിച്ചുണ്ട്. വേനൽ മഴ എത്തുന്നു എന്നതാണ് KSEB സംബന്ധിച്ചും ആശ്വാസകരമായ കാര്യം. ഒരു വേനൽ മഴ അത്യാവശ്യം ലഭിച്ചാൽ വൈദ്യുതി ഉപഭോഗം കുറയും എന്നതാണ് KSEB നിലവിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുറത്തു നിന്ന് ഹ്രസ്വകാല കരാറിലൂടെ വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ അങ്ങനെ വൈദ്യുതി വാങ്ങിയാൽ അത് പൊതുജനങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ ലോഡ് ഷെഡിംഗിലേക്ക് പോകില്ലെന്നൊരു ഉറപ്പ് വൈദ്യുതി മന്ത്രി നൽകിയിട്ടുമുണ്ട്. അരുൺകുമാർ. ഓക്കെ, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മഴയുണ്ടെങ്കിലും ചൂട് കുറയാനുള്ള സാധ്യത കാര്യമായിട്ട് കാണുന്നില്ല. അതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈദ്യുതി അനാവശ്യമായിട്ട് നിങ്ങൾ പാഴാക്കി കളയരുത്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല എന്ന് പറയുമ്പോഴും പ്രത്യേകം കണക്കാക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ വന്നേക്കാം. രാത്രി സമയത്ത് അനാവശ്യ വൈദ്യുതി ഉപഭോഗം നിങ്ങൾ കുറയ്ക്കണം. നിയന്ത്രണം വേണ്ടത് വൈകിട്ട് 6 മണി മുതൽ അർദ്ധരാത്രി വരെയുള്ള സമയമാണ്. AC രാത്രി 11-ന് ശേഷം മാത്രം നിങ്ങൾ ഓൺ ചെയ്യാൻ ശ്രമിക്കുക. കിടക്കുന്ന സമയത്ത് കുറച്ചു നേരം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് ഫാൻ ഉപയോഗിച്ച് ജനലും വാതിലുകളും ഒക്കെ തുറന്നിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. AC ഉപയോഗിക്കുമ്പോൾ ഫാന് ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. AC-യുടെ തണുപ്പ് 23, 21-ലൊന്നും കൊണ്ടിട്ടേക്കരുത്. 25-നും 27-നും ഇടയിൽ ഇടുന്നതാണ്. 26-ഒക്കെയാണ് കമ്പനി തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 25, 26 ആയിരിക്കും. അത്രയും ടെമ്പറേച്ചറിൽ മാത്രം നിങ്ങൾ AC പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ AC ഇട്ടും മുറി ഒന്ന് കൂളായതിനു ശേഷം പിന്നീട് AC ഓഫ് ചെയ്ത് ഫാനിട്ട് വാതിലോ ജനലോ ഒക്കെ തുറന്ന് കിടക്കാൻ ശ്രമിക്കുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ് അർദ്ധരാത്രിക്ക് ശേഷമോ പുലർച്ചെ 6-ന് ശേഷമോ മാത്രമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ലോഡ് വരുന്ന സമയത്ത് പീക്ക് ടൈമിൽ നിങ്ങൾ ഇതൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. വാഷിംഗ് മെഷീൻ, തേപ്പ് പെട്ടി എന്നിവയുടെ ഉപയോഗവും രാത്രി പരമാവധി ഒഴിവാക്കുക. വാട്ടർ ഹീറ്റർ, ഇൻഡക്ഷൻ സ്റ്റൗ എന്നിവയുടെ ഉപയോഗവും മറ്റ് സമയങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. ലോഡ് വരുന്ന പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുവരുത്തിയാൽ നമുക്ക് വൈദ്യുതി നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റുപകരണങ്ങളും ഓഫ് ചെയ്യാൻ മറക്കരുത്. കുട്ടികൾക്ക് അതൊരു ശീലമാക്കി മാറ്റുക. മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഫാൻ ഓഫ് ചെയ്തേക്കുക, ലൈറ്റ് ഓഫ് ചെയ്തേക്കുക. ഇത് രണ്ടും ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വീട്ടിൽ ഒരാളെ ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ല.